ക്രിക്കോസ് നമുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അവനെത്തി. മുംബൈയെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, പറയുന്നത് ഇംഗ്ലീഷ് സൂപ്പർ താരം വിൽ ജാക്സിനെ കുറിച്ചാണ്. വിൽ ജാക്സ് എത്തിയാൽ മുംബൈ ഒരു പടി കൂടി ശക്തമാവുന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ വേണ്ട. വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനമാണ് ഇംഗ്ലീഷ് സൂപ്പർ താരം വിൽ ജാക്സ് കാഴ്ചവെച്ചത്. ഇപ്പൊ ക്രിക്കറ്റ് വരുന്ന റിപ്പോർട്ട് പ്രകാരം വിൽ ജാക്സ് മുംബൈ ഇന്ത്യൻസിനോട് സ്കോഡോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം CSKക്കെതിരെ ഒരുപക്ഷെ ഇറങ്ങിയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നാളെയാണ് എൽ ക്ലാസിക്കോ CSK മുംബൈയും. ആ മത്സരത്തിൽ വിൽ ജാക്സ് ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. English all-rounder Will Jacks has arrived in India. He has been training with fellow Mumbai Indians players at Wankhede ahead of their crucial clash against CSK on Thursday എന്നാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബൂസ്റ്റ് ആണ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ ചെയ്യുന്നത്. അതായത് വിൽ ജാക്സിനെ പോലത്തെ ഒരു പ്ലെയർ എത്തുക എന്നുള്ളത് ബിഗ് ബൂസ്റ്റ് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ മുംബൈ വിജയിച്ചിട്ടുണ്ട്, മറക്കുന്നില്ല. പക്ഷെ വിൽ ജാക്സ് കൂടി എത്തുമ്പോൾ ഒരു പടി കൂടി അവർ ശക്തമാവും. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആരെ പുറത്തെടുക്കുമെന്നായിരുന്നില്ല കൺഫ്യൂഷൻ ഉള്ളത്. ഓൾറെഡി നമുക്കറിയാമല്ലോ, QDKയും റിക്കൽട്ടനും സ്റ്റാൻലറും റുദ്രഫോർഡും കോർബിൻ ഘോഷും ട്രെന്റ് ബോൾട്ടും അല്ലാതെ സെൻസറും ഒക്കെയുള്ള സ്കോഡിലാണ് വിൽ ജാക്സ് എത്തുന്നത്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടിനെ തന്നെ അവർ കളിപ്പിക്കുന്നില്ല, അദ്ദേഹം സപ്പിലാണ്. റിക്കൽട്ടനെ കഴിഞ്ഞ പുറത്തേക്ക് അയച്ചത്. ഇപ്പൊ അവർ ഇറക്കുന്നത് റുദർഫോർഡും ഡീകോക്കും സ്റ്റാൻലറും ഗസൻഫറാണ്. ഒരു പക്ഷേ ഗസൻഫറിന് പകരം നമ്മുടെ വിൽ ജാക്സ് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ബൗളിംഗിലും ബാറ്റിംഗിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിന് വേണ്ടി ഓപ്പണിംഗിലും 1 ഡൗണും 2 ഡൗണും ഫിനിഷിംഗ് ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വിൽ ജാക്സിന് കളിക്കാനും സാധിക്കും. അതൊരു ആഡഡ് പോസിറ്റീവ് ആണ്, ആഡഡ് അഡ്വാൻറ്റേജ് ആണ് മുംബൈനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആണ്. ഇംഗ്ലണ്ടിന് വേണ്ടി വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത് ഒരു സംശയങ്ങളും വേണ്ട. 4 മാൻ ഓഫ് ദി മാച്ച് അവാർഡാണ് അദ്ദേഹം എടുത്തത്. അപ്പൊ അവരുടെ ടീമിൽ ഒരു ഡൗട്ടുകളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെ പുറത്ത് ഒരു പക്ഷെ ഗസൻഫറിനെ തന്നെ മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ ഹിറ്റ്മാന്റെ കാര്യം, അദ്ദേഹം ഒരു പക്ഷെ നാളെ ഇറങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് കൂടുതൽ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. പിന്നെ ഇപ്പൊ CSKയുടെ കാര്യം, ധോണിയും ഒരുപക്ഷെ നാളെ ഇറങ്ങും. എൽ ക്ലാസിക്കോയില് ധോണിയും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആയുഷ് മാത്രയുടെ കാര്യം ഓൾറെഡി പറഞ്ഞ അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ്. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് ശക്തമായിട്ട് തന്നെ നാളെ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വിൽ ജാക്സ് വരുമ്പോൾ വിൽ ജാക്സ് മുംബൈനെ രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.